ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഒരു സംശയം ഞാൻ പറയട്ടെ. പറയണമല്ലോ. എന്റെ ഒരു കാൽക്കുലേഷനും ഡിസ്പ്രിക്ടേഷനും ഒക്കെ ശരിയാണെങ്കിൽ അവൾ അവളുടെ ഒറിജിനൽ അമ്മയുടെ അടുത്ത. ആ ജയന്റെ അമ്മ ഒരു കാരണവശാലും ഇതൊന്നും അറിയരുത്. അവരറിഞ്ഞ ആ അമ്പിയേക്ക് ചോർത്തി കൊടുക്കും. അവരെങ്ങനെയെങ്കിലും പുകച്ച് പുറത്താക്കണം. അതെന്തോ ആവട്ടെ, ഒരു നല്ല വാർത്ത കേട്ടു വേണുവേട്ടാ. എനിക്ക് സന്തോഷമായി. അമ്മ എന്താ മേല് കഴുകിയോ? ഞാൻ ആ വരാന്തേ കൂടെ നടന്നപ്പം ആരോ കുറച്ച് വെള്ളം എന്റെ മുഖത്തേക്ക് വീശി ഒഴിച്ച് അതിങ്ങനെ തുടയ്ക്കുമായിരുന്നു. രാധമ്മയുടെ മുഖം എന്താ ഇങ്ങനെ കരഞ്ഞു വീർത്തത് പോലെ ഇരിക്കുന്നത്? അല്ല, വല്ലാതെ കരഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. വേണുവാശാനുമായിട്ട് എന്തെങ്കിലും കടിപിടി കൂടിയോ? അടിപടി കൂടാൻ ഞങ്ങൾ എന്താ തെരുവ് നായ്ക്കളോ? അപ്പോ രാധമ്മയുടെ ഒരു ബുദ്ധി. ആ അർത്ഥത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. ദേ, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. പരമാവധി ഞാൻ ക്ഷമിക്കും. ഒരു തരത്തിന് രക്ഷയില്ലെന്ന് വന്നാ എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇവരെ മേലോട്ടൊഴിയാനും മേല, താഴോട്ടൊഴിയാനും മേല. എന്തായാലും വല്ലാത്തൊരു അവതാരം തന്നെ. അവതാരോ? എന്താ അല്ല, രാധമ്മയുടെ കണ്ണെന്താ കരഞ്ഞു കലങ്ങിയിരിക്കുന്നതെന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. രാധമ്മ തെറ്റിദ്ധരിച്ചു. അയ്യോ, അപ്പൊ അതറിഞ്ഞില്ലേ? ഇല്ല. രാധമ്മയ്ക്ക് കണ്ണില് സൂക്കേടാ. അയ്യോ, അവളെ നോക്കുന്നവർക്കൊക്കെ അത് പകരും. അയ്യോ. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു ദിവസം നിങ്ങളുടെ വീട്ടിൽ പോക്കോ. ഈ വീടിനൊരു വെളിവ് കിട്ടട്ടെ. പ്രിയേ, പ്രിയേ. എന്താ എന്താ നിന്റെ തള്ളയെടുത്ത് ഫുഡ് എടുക്കാൻ പറ, എനിക്ക് വിശക്കുന്നു. എന്റെ അമ്മ നിങ്ങളുടെ ജോലിക്കാരിയൊന്നും അല്ല. മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചവെള്ളം പോലും തരില്ല. ഓർമ്മയൊക്കെ ഇവിടെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായല്ലോ. അയ്യോ, ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ഞാനിവിടെ ടെൻഷനോട് ടെൻഷൻ. അവന് ഗെയിം കളി. മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കും എന്നോർത്തുള്ള ടെൻഷൻ അല്ലേ? അത് സാരമില്ല. പാരോ മെസ്സഞ്ചേഴ്സോ അസിസ്റ്റൻസോ വല്ലവരൊക്കെ ആയിരിക്കും. എടുത്തു നോക്ക്. നീ പറഞ്ഞത് ശരി തന്നെയാ. കാലപ്പഴക്കം വന്ന ഒരു പാരയാ. ശ്രീമതി കൊച്ചമ്മണി. എടുക്ക ഏഷ്യൻ ഡീറ്റെയിൽ എടുക്ക. ഹലോ, ആകാശവാണി തിരുവനന്തപുരം. രാത്രി 7:30 വാർത്തകൾ അക്ഷരത്തെറ്റു കൂടാതെ വായിക്കുന്നത് ശ്രീമതി കൊച്ചമ്മിണി. അല്ല, ഇതെന്താ ഒരുതരം പൊട്ടലും ചീറ്റലും? അത് റേഡിയോക്കകത്തുള്ള ഒരു കടുക് വറുക്കല. ഇപ്പൊ റേഡിയോ ഒക്കെ എവിടെ ഇരിക്കുന്നു അല്ലേ? കാര്യത്തിലേക്ക് വാ എന്റെ മുണ്ടക്കലമ്മേ. ഒറ്റയടിക്ക് കാര്യത്തിലേക്ക് വരാൻ ഒരു രസമില്ലല്ലോ അംബികെ. ഏത് കാര്യം അവതരിപ്പിക്കുന്നതിന് ഒരു കലയൊക്കെ വേണ്ടേ അംബികെ? അവൾ അവിടെ ഉണ്ടോ? കൃതിക ഇല്ല. അവളുടെ ഭർത്താവ് ആ മണ്ടൻ രാജു ഇവിടെ ഇല്ല. അവിടെ ഇല്ലേ? ഇല്ല. അല്പം മുമ്പ് ആ രാധമ്മയുടെ ഭർത്താവ് പഴം വിഴുങ്ങി വേണു എലി മാളത്തിന്ന് വരുന്നത് പോലെ ഇവിടെ കയറി വന്നു. എന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ എന്തൊക്കെയോ കുശുകുശുപ്പ്. എന്നെ കണ്ടതും അങ്ങ് നിർത്തി. എന്തോ രഹസ്യമുണ്ട്.
രഹസ്യമോ? എന്നാ ചോർത്തിക്കൂടെ? ചോർത്താൻ ഞാൻ സഹസ്രകോടി പരിശ്രമിക്കുന്നുണ്ട്, നടക്കണ്ടേ? രാധമ്മയ്ക്കാണെങ്കിൽ ഒരുമാതിരി കണ്ണുനീര്, പൂങ്കണ്ണീരും അല്ല തേങ്കണ്ണീരും അല്ല, പിന്നെ സങ്കട കണ്ണീരാണോ അതുമല്ല, ആനന്ദ കണ്ണീരാണോ എന്ന് പറയാനും പറ്റത്തില്ല. എന്നാലേ അവളും അവനും കൂടി എവിടെ പോയെന്ന് തിരക്കുമുണ്ടെങ്കിലമ്മേ. ഞാൻ അന്വേഷിക്കുകയാണ് അംബികേ. പിന്നെ എന്റെ ഒരു സംശയം ഞാൻ പറയട്ടെ. പറയേ. പറയണമല്ലോ. എന്റെ ഒരു കാൽക്കുലേഷനും ഡിസ്പ്ലിറ്റേഷനും ഒക്കെ ശരിയാണെങ്കിൽ അവൾ അവളുടെ ഒറിജിനൽ അമ്മയുടെ അടുത്ത. എന്താ അമ്മേ കാര്യം? പറയാം. ആ ജയൻ അവിടെ ഇല്ലേ, എന്റെ PA? എന്റെ തലതെറിച്ച മോനല്ലേ, അവൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. എന്നാലേ മുണ്ടയ്ക്കലമ്മ കോള് കട്ട് ചെയ്തേക്ക്, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. എന്താ അമ്മേ പ്രശ്നം? എടാ, ഋതികയും രാജുവും അവരുടെ വീട്ടിലില്ലാന്ന്. അവരാ പത്മയുടെ അടുത്താണോന്ന് എനിക്കൊരു ഡൗട്ട്. വേറൊരു വഴിയുണ്ട്. എന്ത് വഴി? രണ്ടെണ്ണം അടിച്ചിരുന്നെങ്കിൽ രാത്രി അടിപൊളിയായി. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പ്രിയയുടെ കൊലവിളി. അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ പോ. ദൈവമേ, ആ പോതനാണല്ലോ, എന്തിനാണാവോ? ഹലോ മാഡം, ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് ജയ. താനിപ്പോ എവിടെയാ? ഞാൻ ഇപ്പൊ പെരുവഴിയില്ല. പെരുവഴിയിലാണോ തന്റെ അന്തിയുറക്കം? അയ്യോ അതല്ല മാഡം, ഞാനിങ്ങനെ സ്ലോ മോഷനിലെ വീട്ടിലേക്ക് പോവായിരുന്നു. എടോ, തന്നെ ഞാൻ അടിയന്തരമായ ഒരു കാര്യം ഏൽപ്പിക്കുക. വളരെ കരുതലോടെ താനത് ചെയ്യണം. എന്താ മാഡം? ആ ഋതിക ഇപ്പോ നിങ്ങളുടെ വീട്ടിലുമില്ല, ഇവിടെയുമില്ല. അയ്യോ, പിന്നെ എവിടെ പോയി മാഡം? ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ തനിക്കെന്തിനാ എത്ര സങ്കടം? എനിക്ക് സങ്കടമൊന്നുമില്ല. ആ എന്നാലേ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഓ, ഋതിക അവളുടെ അമ്മ പത്മാവതിയുടെ കൂടെ ഉണ്ടോന്ന് എനിക്കൊരു സംശയം. അവൾ അവിടെയാണോന്ന് താൻ പോയൊന്ന് അന്വേഷിക്കേ.